ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച നടി എന്ന പരിവേഷം സ്വന്തമാക്കിയ വ്യക്തിയാണ് നർഗീസ് ദത്ത്. രാജ് കപൂറുമായി 9 വർഷത്തിലേറെ നീണ്ടുനിന്ന പ്രണയത്തിനൊടുവിലാണ് നർഗീസ് തൻ്റെ ജീവിതത്തിലേക്ക് സുനിൽ ദത്തിനെ കൂട്ടിച്ചേർക്കുന്നത്. എന്നാൽ അതിനിടയാക്കിയത് വലിയൊരു ദുരന്തവുമായിരുന്നു. മദർ ഇന്ത്യ എന്ന സിനിമ ഇന്ത്യയിൽ അക്കാലത്തെ ഏറ്റവും വലിയൊരു ഹിറ്റ് പടമായിരുന്നു. ഏറ്റവും അധികം മുതൽ മുടക്കിൽ നിർമ്മിക്കപ്പെട്ട സിനിമ, അതുപോലെ തന്നെ ഏറ്റവും അധികം പണം വാരിക്കൂട്ടിയ സിനിമ. ഇങ്ങനെയുള്ള ഒരുപാട് വിശേഷണങ്ങൾ ഈ മദർ ഇന്ത്യ എന്ന സിനിമ അവയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിലെ നർഗീസിൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഏറ്റവും ശക്തയായ ഒരു സ്ത്രീക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു കഥാപാത്രമായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യൻ സിനിമകളുടെ മാതാവ് എന്ന് തന്നെ ആളുകൾ ഒരർത്ഥത്തിൽ വിശേഷിപ്പിക്കുന്ന തലത്തിലേക്ക് നർഗീസ് ദത്ത് ഉയർന്നത്. ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെ, അതായത് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഗുജറാത്തിലായിരുന്നു. അപ്പോൾ വൈക്കോൽ കൂനിക്ക് മുകളിലേക്ക് തീ ഇങ്ങനെ പടർന്നു കയറുന്ന ഒരു രംഗമായിരുന്നു ചിത്രീകരിച്ചുകൊണ്ടേയിരുന്നേ. ദൗർഭാഗ്യവശാൽ തീ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ പടർന്ന് കത്തുകയും നർഗീസ് ഇതിനകത്ത് അകപ്പെടുകയും ചെയ്തു. അവരെ രക്ഷിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആരും നർഗീസിനെ രക്ഷിക്കാനായിട്ട് മുന്നോട്ട് വന്നില്ല. കാരണം ആ തീയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുക അസാധ്യമാണ്, ഗുരുതരമായിട്ട് പൊള്ളലേക്കും, ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഈ സിനിമയിൽ മദർ ഇന്ത്യ എന്ന സിനിമയിൽ നായിക വേഷത്തിൽ അഭിനയിക്കുന്നത് നർഗീസ് ആണെങ്കിൽ അതിലെ മകൻ്റെ റോള് കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു സുനിൽ ദത്ത്. നർഗീസ് ഇങ്ങനെ തീയിൽ വെന്തെരിയുമെന്ന് മനസ്സിലാക്കിയ സുനിൽ ദത്ത് ആ തീയിലേക്ക് എടുത്തു ചാടുകയും അങ്ങനെ വളരെ സുരക്ഷിതമായിട്ട് നർഗീസിനെ പുറത്തെത്തിക്കുകയും ചെയ്തു. പക്ഷേ സുനിൽ ദത്ത് ഇതിന് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. കുറേയേറെ കാലം അദ്ദേഹം പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്നു. ദേഹമാസകലം പൊള്ളലേറ്റു. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു സുനിൽ ദത്ത് എന്ന് പറയുന്നതാണ് കൂടുതൽ ഭംഗി. എന്തു തന്നെയാണെങ്കിലും ഇതോടുകൂടി നർഗീസ് ദത്തിന് സുനിൽ ദത്തിന് തന്നോടുള്ള സ്നേഹവും ഇഷ്ടവും, ഇല്ലെങ്കിൽ സുനിൽ ദത്ത് ഇല്ലായിരുന്നുവെങ്കിൽ താൻ മരണപ്പെട്ടു പോയേനെ എന്ന യാഥാർത്ഥ്യം മനസ്സിലാകുകയും ചെയ്തു. അങ്ങനെ കുറേ കാലമായിട്ട് നർഗീസിനെ മോഹിച്ച് നടന്ന സുനിൽ ദത്തിലേക്ക് കാലം ഈ ഒരു അപകടത്തിലൂടെ അവരുടെ പ്രണയത്തെ തിരിച്ചുപിടിക്കുകയായിരുന്നു. ഇല്ലെങ്കിൽ സുനിൽ ദത്തിനെ കാലം അങ്ങനെ നർഗീസിന് അരികിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു എന്ന് നമുക്ക് പറയാം. രാജ് കപൂറുമായിട്ട് നർഗീസ് ദത്ത് പ്രണയത്തിലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. അതായത് ശ്രീദേവിയെ മിഥുൻ ചക്രവർത്തി കൊണ്ടു നടക്കുന്നത് പോലെ നർഗീസിനെ രാജ് കപൂർ കൊണ്ടു നടക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നർഗീസിന് പ്രണയവാഗ്ദാനം നൽകി, കൂടെ കൊണ്ടു നടന്നു, സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. പക്ഷെ തനിക്ക് സ്വന്തമായ ഒന്നും, ഭാര്യയും മക്കളെ ഉപേക്ഷിച്ച് നർഗീസിനെ സ്വീകരിക്കുവാൻ ഇയാൾ തയ്യാറായിരുന്നില്ല. ശ്രീദേവിക്ക് സംഭവിച്ച പോലെ തന്നെ മിഥുൻ ചക്രവർത്തി അങ്ങനെ തന്നെയായിരുന്നല്ലോ. അവർക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ട്, അവരെയൊന്നും ഉപേക്ഷിക്കാൻ വയ്യ. ഇവരിങ്ങനെ കൂടുതൽ കൊണ്ടു നടക്കുന്നു, സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ഈ ഒരു അവസ്ഥയിൽ അപ്പം താൻ ചതിക്കപ്പെട്ടു എന്ന് ഇങ്ങനെ മനസ്സിലാക്കിയ ആ ഒരു അവസരത്തിലാണ് സുനിൽ ദത്ത് നർഗീസിൻ്റെ ജീവിതത്തിലേക്ക് ചെല്ലുന്നത്. ഇവരുടെ പ്രണയം, അല്ലെങ്കിൽ സുനിൽ ദത്തിൻ്റെ പ്രണയം എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമ മേഖലയിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു പ്രണയമായിട്ട് തന്നെ നമുക്ക് ഇന്നും വിശേഷിപ്പിക്കാം. കാരണം 52-ാമത്തെ വയസ്സിൽ നർഗീസ് ദത്ത് ക്യാൻസർ രോഗം ബാധിച്ച് മരണപ്പെട്ടു. അതിനുശേഷം 24 വർഷം കൂടി സുനിൽ ദത്ത് മറ്റൊരു വിവാഹം കഴിക്കാതെ നർഗീസ് ദത്തിൻ്റെ സ്മരണകളിൽ മുഴുകി തൻ്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോയി. അദ്ദേഹം 2005-ലാണ് അന്തരിക്കുന്നത്. നമ്മൾ പറയും താജ്മഹൽ പണിത ചക്രവർത്തി ഷാജഹാൻ ചക്രവർത്തി മുംതാസിൻ്റെ പ്രണയത്തൊക്കെ നമ്മൾ വാഴ്ത്തിപ്പാടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഷാജഹാൻ താജ്മഹൽ പണിതുവെങ്കിലും അധികം താമസിയാതെ മുംതാസിൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചു എന്ന വാർത്ത അതൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. തൻ്റെ പ്രണയിനി, അല്ലെങ്കിൽ വളരെ ചുരുക്കം 1-2 വർഷത്തിനകം ഭാര്യ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഒരു സ്മാരകമൊക്കെ പണിതു. പെട്ടെന്ന് ഭാര്യയുടെ അനിയത്തെ കയറി പ്രേമിച്ചു, ഇഷ്ടപ്പെട്ടു, വിവാഹം കഴിച്ചു. എന്നാൽ സുനിൽ ദത്ത് അങ്ങനെയൊന്നും അല്ല ചെയ്തത്. ഭാര്യ മരിച്ചെങ്കിലും അദ്ദേഹം ഭാര്യയുടെ ഓർമ്മകളിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അവർക്ക് 3 മക്കൾ പിറന്നു. അതിൽ നമ്മുടെ ഇപ്പം നമുക്കറിയാം
അമ്മയുടേതുപോലെ തന്നെ സമാനമായ രീതിയിൽ ക്യാൻസർ രോഗബാധിതനായിട്ട് സുനിൽ ദത്ത് നമ്മുടെ സഞ്ജയ് ദത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകളെല്ലാം നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ തൻ്റെ അമ്മയെപ്പോലെ കീമോതെറാപ്പി അതുമായിട്ട് ബന്ധപ്പെട്ട അസ്വസ്ഥതകളൊക്കെ എന്താണെന്ന് തനിക്കറിയാമെന്നും അതുകൊണ്ട് കീമോയ്ക്കോ മറ്റു കാര്യങ്ങൾക്കൊന്നും താൻ പോവുകയില്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ആ വീഡിയോ കൃത്യമായിട്ട് ഇടുകയും ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ കാണുക കേട്ടോ. അപ്പോൾ സഞ്ജയ്, പ്രിയ, നമ്രത ഇങ്ങനെ 3 മക്കളാണ് ഈ താരദമ്പതികൾക്ക് പിറന്നത്. നമ്മൾ അതുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷാരൂഖ് ഖാൻ, ദീപിക പദുക്കോൺ തകർത്ത് അഭിനയിച്ച ഒരു സിനിമയുണ്ട്, ഓം ശാന്തി ഓം. ഈ ഒരു സിനിമയിൽ ഒരു പ്രത്യേക സീനുണ്ട്. അതിനകത്ത് വൈക്കോൽ കൂനയ്ക്കുള്ളിൽ തീ പടരുന്നു. അതിൽ നിന്ന് നായികയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നായകനെ എടുത്തിയാടുന്നു. വളരെ കഷ്ടപ്പെട്ട നായികയെ രക്ഷിച്ചെടുക്കുന്നു. ഈ സീന് എന്ന് പറയുന്നത് നമ്മുടെ നർഗീസ് ദത്തിൻ്റെ ജീവിതത്തിൽ നടന്ന, അല്ലെങ്കിൽ സുനിൽ ദത്ത് നർഗീസിനെ തീയിൽ നിന്ന് രക്ഷിച്ച ആ സംഭവത്തെ ആസ്പദമാക്കി എടുത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, പ്രണയമൊക്കെ നമ്മൾ ചിന്തിക്കുന്ന പോലെ സിനിമാ നടന്മാരുടെ നടിമാരുടെയൊക്കെ ഇടയിൽ, ഇല്ലെങ്കിൽ നമ്മൾക്ക് മലയാള സിനിമയിലൊക്കെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഒരാളെ പ്രണയിക്കുന്നു, വിവാഹം കഴിക്കുന്നു, അടുത്തയാളെ വേഗം വിവാഹം കഴിക്കുന്നു, ഡിവോഴ്സ് എടുക്കുന്നു. സിനിമാ നടന്മാരെക്കുറിച്ചും നടിമാരെക്കുറിച്ചും ഒക്കെ നമ്മുടെ ഒരു പൊതുവെ പരാതിയാണ്, ഇവർക്ക് വിവാഹ ബന്ധങ്ങൾ അധികം കാലം നീണ്ടു നിൽക്കാറില്ല. പുതുമയെ തേടി ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പൂമ്പാറ്റയെ പോലെ പറന്നു പോകുന്നെന്ന്. എന്നാൽ അല്ലാത്ത പ്രണയങ്ങളുമുണ്ട്. സിൻസിയറായിട്ട് ഒരു പ്രണയത്തിൽ ഏർപ്പെട്ട വ്യക്തിയാണ് സഞ്ജയ് ദത്ത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അവസാനത്തെയും പ്രണയം നർഗീസിനോടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ നർഗീസിൻ്റെ കാമുകനായിരുന്ന രാജ് കപൂർ നർഗീസിനെ ബുദ്ധിപൂർവം ഉപയോഗിച്ച് കാമുകിയാക്കി വെച്ചുകൊണ്ട് തൻ്റെ സിനിമകളുടെ എല്ലാം മാതാവാക്കി എന്നും നിലനിർത്താൻ മാത്രമായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. ഭാര്യയാണ്, അല്ലെങ്കിൽ കാമുകിയാണ്, ഇഷ്ടമാണ്, സ്നേഹമാണ്. പക്ഷെ ഭാര്യയും മക്കളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. തൻ്റെ സിനിമയിൽ എന്നും ഏറ്റവും ശക്തിയായ കഥാപാത്രമായിട്ട്, തൻ്റെ സിനിമകളുടെ എല്ലാം മാതാവായിട്ട്, അല്ലെങ്കിൽ നർഗീസിൻ്റെ പേരിൽ തന്നെ ബാനർ ഉണ്ടാക്കി അങ്ങനെ നർഗീസിനെ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ഒരു ഘടകമായിട്ട് കൊണ്ടു നടക്കുകയും നർഗീസിനോട് വല്ലാത്ത പ്രണയമാണെന്ന് പറയുകയും ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ അറിയുകയും ചെയ്യാം. പക്ഷേ ഭാര്യയ്ക്കും മക്കൾക്കും പകരമല്ലായിരുന്നു നർഗീസ് ദത്ത്. അങ്ങനെ വല്ലാതെ വിഷാദത്തിലകപ്പെട്ട് തന്നെ ട്രാപ്പിലാണ് എന്ന് മനസ്സിലാക്കി ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു അവരുടെ ജീവിതത്തിലേക്ക് സുനിൽ ദത്ത് രക്ഷകനായിട്ട് കടന്നു ചെന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രണയത്തെ, ഇത്തരത്തിലുള്ള സ്നേഹത്തെ, ഭാര്യ ഭർത്തൃ ബന്ധത്തെയൊക്കെയാണ് നമ്മൾ ആദരിക്കേണ്ടത്.